നിങ്ങളിത് കണ്ടോ? അതെ, കഴിഞ്ഞ ദിവസം കൈ മുറിഞ്ഞ വീഡിയോ എടുത്തില്ലേ? ആ കൈ മുറിഞ്ഞതിൻ്റെ വീഡിയോയ്ക്ക് അതിൻ്റെ അനലിറ്റിക്സിൽ വന്ന സജഷനാണ്. യൂട്യൂബ് പറയുക ഈ വീഡിയോ സൂപ്പറായിട്ടുണ്ട്, പതിവിൽ കൂടുതൽ ആളുകൾ ഇത് കണ്ടു, നിങ്ങളുടെ ഓഡിയൻസ് ഇത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള വീഡിയോ ചെയ്യാൻ. ഏത് കൈ മുറിക്കുന്ന വീഡിയോയെ? യൂട്യൂബ് എൻ്റെ ഒരു സൈക്കോയല്ലേ. കൈയൊക്കെ റെഡിയായി കേട്ടോ. 2 ബാൻഡേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും മുറിഞ്ഞ് ചുറ്റി വെച്ചേക്കുക. അതെ, നമുക്കൊന്ന് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നാലോ? നിങ്ങളോട് വാക്സിൻ്റെ കാര്യം പറയാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വാക്സിൻ എടുത്തിട്ട് വരാം. നമ്മൾ ഉള്ളനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വരാവുന്നതാണ്. എൻ്റെ 2 ഷോൾഡറിലും റാബീസിനെതിരായിട്ടുള്ള വാക്സിനേഷൻ കുത്തിവെച്ചു. 1 ഡോസാണ് ഇപ്പോൾ ആദ്യം എടുക്കുന്നത്, 2 ഡോസ് എടുക്കണം. പ്രിവെൻറ്റീവ് ആണേ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3-4 പട്ടികളായില്ലേ വീട്ടിൽ. അപ്പോൾ അവന്മാർക്കെല്ലാം 5 പേരുണ്ട്. അവന്മാർക്കെല്ലാം നമ്മൾ വാക്സിൻ എടുത്തേക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യർക്ക് കൊടുക്കാം. പ്രീ എക്സ്പോഷർ റാബീസ് വാക്സിനേഷൻ എന്ന് പറയും. അപ്പോൾ കടിക്കുന്നതിന് മുമ്പ് എടുക്കുന്നത്. എവിടെയും കുത്തി ഇനി ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. ഇന്നിപ്പോൾ ഒരെണ്ണം കുത്തി, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട്. ഇന്ന് 2ാമത്തെ ഡോസ് എടുത്തില്ല. ഇന്ന് നമ്മളോട് പറഞ്ഞത്, ഇന്നിപ്പോൾ വേറൊരു ഡോക്ടറെ കണ്ട, അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ഈ D0 D3 എന്ന് വെച്ചാൽ ഡേറ്റ് 0യും ഡേറ്റ് 3യും 3യിൽ ഇപ്പോൾ എടുക്കണ്ട, 7ാമത്തെ ദിവസം എടുത്താൽ മതി എന്ന് പറഞ്ഞു. പട്ടി കടിക്കാത്തതുകൊണ്ട് പ്രീ എക്സ്പോഷർ ഡേറ്റുകൾ വരുന്നത് D0 D7 D28 എന്ന് വെച്ചാൽ ഡേറ്റ് 0 ഡേറ്റ് 7 ഡേറ്റ് 28. അപ്പോൾ 7ൽ ഇനിയിപ്പോൾ 1-ാം തീയതി അടുത്ത ഡോസ് എടുത്താൽ മതി. 22-ാം തീയതി 3ാമത്തെ ഡോസ്, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞത് വന്നതല്ല, അതുകൊണ്ട് ഒരു TT എടുത്തിട്ട് നോക്കണം പറഞ്ഞുകൊണ്ട് ഒരു TT എനിക്ക് കിട്ടി. പിന്നെ കൈ ഇന്നലെ മുറിഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് TT എടുക്കുന്നത് നല്ലതാണ്. ഇതുവരെ TT എടുത്തിട്ടില്ലെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡോഗ്സിനെ കൈകാര്യം ചെയ്യുന്നതല്ലേ, മുറിവുകളൊന്നും ഉണ്ടാകാറില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് കൈയൊക്കെ കൊണ്ട് പോറുമെന്ന് പറഞ്ഞു. എന്നാൽ TT എടുത്തോളാൻ പറഞ്ഞ് TT എടുപ്പിച്ചു. ഇത് കൈക്ക് നല്ല വേദനയാണ് വൈകിട്ടെന്ന് പറഞ്ഞു. കൈയൊക്കെ അനക്കോളാൻ പറഞ്ഞു. അപ്പോൾ സന്തോഷ സൂചകമായി തന്നെല്ലാം സ്വീകരിച്ച് ഡയമണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി 7ാം ദിവസമാണ്. ഇത് ഉള്ളനാട് ഹെൽത്ത് സെൻ്ററാണേ. ഉള്ളനാട് ഹെൽത്ത് സെൻ്റർ പ്രത്യേകിച്ച് പറയേണ്ടത്, നിങ്ങൾക്കറിയാം ഗവൺമെൻറ് സ്ഥാപനം ആയതുകൊണ്ട് ഗവൺമെൻറ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന് പറയും. നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഉണ്ടാവും. നമുക്ക് ആകപ്പാടെ ഈ പരിപാടിക്കെല്ലാം ചിലവാകുന്ന ഒരു 5 രൂപ കേട്ടോ. 5 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി ചീട്ട് എടുക്കുന്ന. പിന്നീട് ഇന്നിപ്പോൾ വേറെ പൈസ ഒന്നുമില്ല, ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം സൗജന്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ നല്ല വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് സ്ഥാപനമാണ്. നമുക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളെക്കുറിച്ചുള്ളൊരു ഐഡിയയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഉള്ളനാട്ടിലെ ഈ ഹെൽത്ത് സെൻ്റർ വളരെ മികച്ചതായിട്ട് തോന്നി. അതുകൊണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വാക്സിനൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പട്ടിയും പൂച്ചയും കൈകാര്യം ചെയ്തിട്ട് ഈ ഉമിനീരൊക്കെ നമ്മുടെ മേത്ത് പറ്റുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അറപ്പെന്നുള്ള സെൻസിലല്ലോ ഞാൻ പറയുന്നത്. നമുക്കിഷ്ടമാണ്, പക്ഷേ നമ്മൾ സൂക്ഷിച്ചാലേ നിങ്ങളുടെ നായ്ക്കാണെങ്കിലും പൂച്ചക്കുഞ്ഞാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും സേഫായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അസുഖങ്ങൾ പല രീതിയിൽ വരാം. നമ്മൾ എത്ര സൂക്ഷിച്ചാലും നമുക്ക് അറിയത്തില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലൊരു അസുഖം വന്നേക്കാം. പക്ഷെ എന്നാലും നമുക്ക് അറിവുള്ള കാര്യങ്ങൾ അശ്രദ്ധമായി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ, ഒന്നും വിചാരിക്കില്ല. കാരണം കുഞ്ഞുപിള്ളേരൊക്കെ ഒത്തിരി പേര് കാണുന്നവരുണ്ട്. അപ്പോൾ അവർ ഈ പൂച്ചയും പട്ടിയൊക്കെ ആയിട്ട് ഒത്തിരി അങ്ങ് ഇൻവൈറ്റ് ആയി ചെയ്യുമ്പം അവർ നക്കുവോ അല്ലെങ്കിൽ മാന്തുവോ ഒക്കെ ചെയ്യുമ്പോൾ അത് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് മോശമാണ്. അതുകൊണ്ട് പറഞ്ഞാണേ. അപ്പോൾ ഞാൻ എന്തായാലും വാക്സിൻ എടുത്തു. എൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പട്ടി കടിക്കാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട. 2-3 പട്ടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാക്സിൻ എടുത്തേക്കുക. പ്രത്യേകിച്ച് അതിനെ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി പോവുക. ഒരുപാട് തെരുവുനായൊക്കെ ഉള്ള സ്ഥലത്തോടെയൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിലും ഇതുപോലൊരു വാക്സിൻ എടുത്തിട്ടോ. നെറ്റിൽ നോക്കിയോ, ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ മലയാളത്തിൽ തന്നെ ഡോക്ടേഴ്സ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനത്തെ ഉള്ള 1-2 വീഡിയോ ഞാൻ നോക്കട്ടെ, കമൻറ്റിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങളതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ വാക്സിനേഷനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷം വരാനില്ല, പറയത്തക്ക ദോഷമൊന്നും വരാനില്ല. നിലവിൽ വാക്സിൻ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മറ്റു കാര്യങ്ങളെ ജീവ സാഹചര്യങ്ങളൊന്നും ബാധിക്കാൻ വാക്സിനേഷന് കുഴപ്പമില്ല. നിങ്ങളുടെ പ്രതിരോധ ശക്തി ഒരു പ്രത്യേക വൈറസിന് എതിരായിട്ട് നിങ്ങളുടെ പ്രതിരോധ
പ്രതിരോധ ശക്തി കൂട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ വാക്സിൻ എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ടി ടി എടുത്തിട്ട് കുറേ നാളായതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ടി ടി എടുക്കണം. ഇതിനൊക്കെ ഒളിപ്പിക്കുമ്പോൾ ഒരു ചെറിയ മുറിവൊക്കെ മേത്തുണ്ടാവൂലേ, കൈയൊക്കെ കൊണ്ടാണ് നഖമൊക്കെ കൊണ്ടാണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് ടി ടി എന്തായാലും എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ടി ടി എടുപ്പിച്ചു എന്നെ കൊണ്ട്. പുല്ലത് കഴിഞ്ഞു കേട്ടോ. നല്ല വെയിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എഴുതിയേ മഴ കുറഞ്ഞു, നല്ല വെയിലായി. ഇടയ്ക്ക് മഴയുണ്ട്, എന്നാലും നല്ല വെയിൽ തെളിയുന്നുണ്ട്, നല്ല ചൂടും. ടി ടി എടുത്തപ്പോഴേ സിസ്റ്റർ പറഞ്ഞു വൈകിട്ട് ചെറിയ വേദന കാണും. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ 2 ദിവസത്തിന് പുല്ല് എത്തണ്ടല്ലോ, ടി ടി എടുത്തല്ലേ, നമ്മൾക്ക് ടി ടി ഒക്കെ എടുത്ത് കഴിയുമ്പോൾ റെസ്റ്റ് പറയുമായിരിക്കും എന്ന് ഓർത്തു. ഞാൻ പുള്ളിക്ക് പറയാം നല്ല വേദന കാണും, പക്ഷേ അത് നോക്കണ്ട, കൈ നല്ലപോലെ അനക്കോളാൻ പറഞ്ഞു. എല്ലാവരും നിന്ന് പുലി എത്താൻ വരണ്ടായിരുന്നു. പിന്നെ കുട്ടനും ആളും തെറി പറയുമല്ലോ എന്ന് ഓർത്തപ്പം പോന്നാ. ഇപ്പോൾ കൈ നല്ലപോലെ അനങ്ങി, എന്നാൽ പിന്നെ ഇനി വീട്ടിൽ പോകാല്ലേ. ഇച്ചിരി വെള്ളം കുടിച്ചത്. നമ്മുടെ ഡയാനയ്ക്ക് തീറ്റ കൊടുക്കുന്നില്ലെന്ന കമൻറ്റ് കണ്ടു കേട്ടോ. അത് അവളങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് തന്നെ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പട്ടിക്കുഞ്ഞ് ഒരുമാതിരി നല്ലൊരു വലിയ പട്ടിയുടെ വലുപ്പമായിട്ടുണ്ട്. നമ്മളും തീറ്റ കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നെ സംഭവം എന്നറിയോ, അത് ഒന്നാമത്തെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ നാടൻ പട്ടിയാണ്, അതുകൊണ്ടായിരിക്കാം. നമ്മൾ വരമരുന്ന് കൊടുത്തു, ഇപ്പോൾ 2 പ്രാവശ്യം കൊടുത്തു, വരമരുന്ന് കൊടുത്തു, തീറ്റകൾ കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ അകത്താണെങ്കിൽ പന്നിയുടെ നെയ്യുണ്ടല്ലോ, അതൊക്കെ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് വളർന്നോളും, റെഡി ആയിക്കോളും കേട്ടോ. നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാൾ കമൻറ്റ് ചെയ്തു നീ എന്ത് വേണം ചെയ്തു, അതിനെ ഇച്ചിരി തീറ്റ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ട്രെയിനിങ് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ റീൽസ് ഇട്ടായിരുന്നല്ലോ, റീൽസും ഷോർട്സും ഇട്ടായിരുന്നു. അത് വന്നൊരു കമൻറ്റാണ്. രമു വെള്ളം തൊണ്ട കുളിച്ചത്തന്നെ. എല്ലാ യൂട്യൂബേഴ്സും ഒരുമാതിരി ഒന്ന് പച്ച പിടിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ്, അത് നമുക്ക് ചെയ്യണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അങ്ങ് വെച്ചാലോ എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, നോക്കാം. അപ്പോൾ അതൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.